ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്കാലത്തെ മികച്ച രണ്ട് ഓപ്പണർമാരാണ് വീരേന്ദർ സെവാഗും രോഹിത് ശർമ്മയുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. രണ്ടുപേരും ഓപ്പണിംഗിലിറങ്ങി ബൗളർമാരുടെ അന്തകരാവാറുണ്ട്. കളത്തിലിറങ്ങി വമ്പൻ അടികൊണ്ട് ആദ്യത്തെ 10 ഓവറിനുള്ളിൽ മത്സരഫലം മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെ മികച്ച വെടിക്കെട്ട് ഓപ്പണർമാരിൽ ഇവരുടെ പേര് എന്നും ഉണ്ടാകും. ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഇരുവരും. എന്നാൽ ഉയർന്നുവരുന്ന ഒരു ചോദ്യമുണ്ട്: ഇവരിൽ ആരെയാണ് കൂടുതലും ബൗളർമാർ ഭയക്കുന്നതെന്ന്. അതിന് ഉത്തരം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ അല്പം മുന്നിൽ നിൽക്കുന്നത് സേവാഗാണ്. സേവാഗിന്റെ മനോഭാവം തന്നെ എല്ലാ ബൗളർമാരുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കും. സേവാഗിന്റെ രീതി നേരിടുന്ന ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിക്കുന്നതാണ്. ഈ ഒരു പ്രത്യേകത അധികം ബാറ്റ്സ്മാൻമാർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്തൊരു കാര്യമാണ്. 2011 ഏകദിന ലോകകപ്പിൽ സേവാഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിട്ട ആദ്യ പന്തുകളെല്ലാം ബൗളറിൽ പായിക്കുന്നതായിരുന്നു. എത്ര വലിയ കടുത്ത മത്സരമായാലും ഭയമോ സമ്മർദ്ദവുമില്ലാതെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ കപ്പുയർത്തിയ നാറ്റ് വെസ്റ്റ് സീഡിന്റെ ഫൈനലിൽ ഇന്ത്യ കളി ജയിക്കാൻ ഒറ്റ കാരണം സേവാഗിന്റെ ഈ മനോഭാവമായിരുന്നുവെന്ന് അന്നത്തെ നായകനായിരുന്ന സൗരവ് ഗാംഗുലിയടക്കം തുറന്നു പറയുകയുണ്ടായി. പ്രതിരോധിച്ച് കളിക്കാൻ പറയുമ്പോഴെല്ലാം ആക്രമിച്ച് കളിക്കാൻ മാത്രമാണ് സേവാഗ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ ആക്രമണ സ്വഭാവമുള്ള താരങ്ങൾ വളരെ അപൂർവമാണ്. രോഹിത് ശർമ്മയുടെ രീതി മറ്റൊരു തരത്തിലാണ്. രോഹിത് വലിയ സ്കോർ നേടുന്ന മത്സരങ്ങളിൽ പലതിന്റെയും തുടക്കം പതിയെയായിരുന്നു. പിന്നീടാണ് ആക്രമണത്തിലേക്ക് രോഹിത് മാറുന്നത്. മികച്ച മത്സരങ്ങളുടെ പവർ പ്ലേയിൽ ഇടം കയ്യന്മാർക്കെതിരെ രോഹിത് അല്പം പതറാറുണ്ട്. പക്ഷേ സേവാഗ് അങ്ങനെയല്ല. സേവാഗ് എപ്പോഴും പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ കടന്നാക്രമിച്ച് കളിക്കുന്ന താരമാണ്. ഇതിഹാസ സ്പിന്നറായ മുത്തയ്യ മുരളീധരൻ പന്തെറിയാൻ ഏറ്റവും ഭയപ്പെട്ട ബാറ്റ്സ്മാൻ സേവാഗാണെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. ഇതിന് പ്രധാന കാരണം സേവാഗിന്റെ മനോഭാവം തന്നെയാണ്. തന്റെ ഈ ക്രിക്കറ്റിലെ ഗംഭീര കരിയർ അദ്ദേഹം സ്വന്തമാക്കിയത് ആരെയും കൂസാതെ തന്റെ ആക്രമണശൈലിയിൽ മാത്രം വിശ്വസിച്ചായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം സേവാഗ് നേരിട്ട ബൗളർമാരെല്ലാം ലോകോത്തര ബൗളർമാരായിരുന്നുവെന്നതാണ്. ലോകോത്തര പേസർമാര് സ്പിന്നർമാരുമെല്ലാം സേവാഗിന്റെ ബാറ്റിംഗ് ചൂടറിഞ്ഞവരും സേവാഗിനെ ഭയപ്പെടുന്നവരുമായിരുന്നു. രോഹിത്തിന്റെ പേരിൽ സേവാഗിനേക്കാൾ മികച്ച പല റെക്കോർഡുകളുമുണ്ട്. ഏകദിന ക്രിക്കറ്റിലെ 3 ഇരട്ട സെഞ്ചുറി രോഹിത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ടെസ്റ്റിൽ 2 തവണ ട്രിപ്പിൾ സെഞ്ചുറി നേടാൻ സേവാഗിന് കഴിഞ്ഞിരുന്നു. 3ാം ട്രിപ്പിൾ സെഞ്ചുറി ദൗർഭാഗ്യവശാൽ സേവാഗിന് നഷ്ടമായി. ഒരു ഏകദിന ലോകകപ്പിൽ 5 സെഞ്ചുറികളടക്കം നേടി ഞെട്ടിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള വസ്തുതയെന്നത് ബൗളർമാർ കൂടുതൽ ഭയപ്പെടുന്നത് സേവാഗിനെയാണെന്നാണ്. സേവാഗ് നായകനായി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേട്ടം സ്വന്തമാക്കി. എന്നാൽ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയ്ക്ക് ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കാനായിട്ടില്ല. ബാറ്റിംഗ് ലോകത്ത് വിനാശകാരിയെന്ന് പേരെടുത്ത ഒരേയൊരു ബാറ്റ്സ്മാനേയുള്ളൂ, അത് സേവാഗാണ്. യഥാർത്ഥത്തിൽ ലോക ക്രിക്കറ്റിൽ പല വെടിക്കെട്ട് താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സേവാഗിനെ പോലെ പന്തെറിയാൻ ബൗളർമാർ ഭയന്നിരുന്ന മറ്റൊരു ബാറ്റ്സ്മാനില്ലെന്ന് തന്നെ പറയാം.